മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് പരിശോധന നടത്തും. അപകടം സംഭവിച്ച കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താണ് പരിശോധന നടക്കുക. മലപ്പുറം ജില്ലാ കളക്ടർ ആർ വിനോദും അപകടം നടന്ന റോഡ് ഇന്ന് സന്ദർശിക്കും. ഇന്നലെ പെയ്ത മഴയ്ക്ക് പിന്നാലെ കൂരിയാട്ടെ വിള്ളലിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട്. കൂരിയാട് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ ഈ റോഡ് ഇടിഞ്ഞത് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം? വിള്ളലിൻ്റെ വ്യാപ്തി കൂടിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൂരിയാട് അപകടം സംഭവിച്ചിരിക്കുന്ന ഇടത്താണ്. നമ്മൾ ഇന്ന് ഇവിടെ എത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വിള്ളൽ രൂപപ്പെട്ടത് അത് വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ സർവീസ് റോഡ് നിന്നിരുന്ന ഭാഗത്തിനൊന്നും ഈ പാടശേഖരത്തെ മണ്ണ് കൂടുതൽ പുറന്തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ശക്തമായ മഴ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ കൂടുതൽ വിള്ളൽ ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് വിദഗ്ധ സംഘം സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് രാവിലെ 10 മണിയോട് കൂടെ ഇവിടെ എത്തി പരിശോധന നടത്തും. ഇവരുടെ ടെക്നിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ കളക്ടറും സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും ഇതിൽ പ്രധാനമാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സമരം ഇവിടെ നടന്നിരുന്നു. ഈ KNRCക്ക്, അതായത് നിർമ്മാണ കമ്പനിയായ KNRCക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതായിരുന്നു ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ നടത്തിയ ചർച്ചക്കൊടുവിലാണ് ഈ കളക്ടറുമായി കളക്ടർ സംഭവ സ്ഥലം സന്ദർശിക്കുമെന്നും അദ്ദേഹവുമായി ചർച്ച നടത്താനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതിന്റെ ഉറപ്പിന്മേലാണ് ഇന്നലെ ഈ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കളക്ടർ ഇവിടെ എത്തി പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥലം PK കുഞ്ഞാലിക്കുട്ടി, UDF കൺവീനർ ഉൾപ്പെടെയുള്ളവരും ഇത് സംഭവ സ്ഥലം സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്നലെയാണ് ഈ ദാരുണമായ ഈ അപകടം സംഭവിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ ദേശീയപാതയുടെ ഈ പ്രധാന റോഡ് ഈ സർവീസ് റോഡിലേക്ക് ഇടുകയും കേടുപാടുകൾ സംഭവിക്കുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ? ഇവിടുത്തെ സാഹചര്യം ഭയാനകമാണ്. ഈ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇത്ര വലിയ ഗോപുരം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ചൈനീസ് മതിൽ കണക്കെ നിർമ്മാണം നടത്തും നമ്മൾ കരുതിയതല്ല. ഈ സൈഡ് ഭിത്തി നിങ്ങൾ കണ്ടു, ഏതാണ്ട് 12-14 മീറ്റർ ഉയരമുണ്ട്. ഇത്രയൊക്കെ ഈ ഉയരത്തിൽ നടത്താൻ ഈ ഒരു സ്ട്രക്ചർ മതിയോ? നിങ്ങൾ നോക്കൂ, ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ. സാധാരണഗതിയിൽ സ്വകാര്യ വ്യക്തികൾ ഒരു നിർമ്മാണം നടത്തുമ്പോൾ ആ സോയിലിനനുസരിച്ച് ടെസ്റ്റ് നടത്തി സ്ട്രെങ്തൈൻ ചെയ്ത ഫൗണ്ടേഷനോട് കൂടിയ ഒരു വലിയ നിർമ്മാണം നടക്കുക. ഇത്ര വലിയൊരു നിർമ്മാണം NH എന്ന് പറയുന്നത് നമ്മളെ അഭിമാനമാണ്. NH 66 കടന്നു പോകുന്നത് ഏതാണ്ട് നമ്മളെ കന്യാകുമാരി മുതൽ തലപ്പാടി വരെയാണ്, കാസർഗോഡ് തലപ്പാടി വരെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇതിനകത്ത് ധാരാളം കോൺട്രാക്ടർമാരുണ്ടെന്ന് പറയുന്നു. ഈ റീച്ച് എന്ന് പറയുന്നത് രാമനാട്ടുപുര മുതൽ പൊന്നാനി വരെയാണ്. ഈ റീച്ച് എടുത്തിട്ടുള്ളത് KNRCയുടെ കോൺട്രാക്ടർമാരാണ്. അവർ 90% വർക്ക് തീർത്ത് അവരുടെ നെക്സ്റ്റ് സൈറ്റായിട്ടുള്ള മൈസൂരിലേക്ക് പോയി എന്ന് പറയുന്നു. നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ അശാസ്ത്രീയ നിർമ്മാണം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. ഇതിലൂടെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും യാത്ര ചെയ്യുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ജീവനാഡിയായിട്ടുള്ള NH 66 ഇതിൽ മീഡിയ പ്രവർത്തകരായ നിങ്ങൾ പോകും, ഞങ്ങൾ പോകും. ഭാഗ്യത്തിന് ഇന്നലെ വലിയ തോതിലുള്ള ബ്ലോക്ക് ഉണ്ടായില്ല. സാധാരണ മണിക്കൂറുകൾ നീണ്ടുന്ന ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. വിവാഹങ്ങളും എയർപോർട്ടിലേക്ക് പോകുന്നവരൊക്കെ തിരക്കുണ്ടാകുന്നുണ്ട്. ഇന്നലെ നാമമാത്ര വാഹനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ആ സമയമാണ് ഭൂമി നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇവിടെ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഭൂകമ്പം ഉണ്ടായതുപോലെ നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇന്നലെ അപകടമുണ്ടായ ആ അവസ്ഥയല്ല, ഇന്നലെ രാത്രി വീണ്ടും തകർന്നു. ഇനി ഇതാ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ വൻമതിൽ ഇനിയും തകരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ കാര്യമേ ഗവൺമെന്റിനോട് പറയാനുള്ളൂ. ഇന്ന് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ റോഡ് റീസ്ട്രക്ചറിംഗ് നടത്തണം. പൂർണ്ണമായി NH KNRC ഏറ്റെടുത്ത വർക്ക് പൂർണ്ണമായി സാങ്കേതിക പരിശോധന നടത്തണം. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഇതിന് രാഷ്ട്രീയമില്ല, കക്ഷിഭേദമില്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് ഈ റോഡ് പൂർണ്ണമായും റീസ്ട്രക്ചർ നടത്തി ഫലപ്പെടുത്തണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉയർത്തുന്ന ആവശ്യം. സമീർ ബിൻ കരീമാണ് കുരിയാട് നിന്ന് ചേർന്നത്. അവിടെയാണ് ഈ ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണ് അത്ഭുതകരമായി ചില ആളുകൾ രക്ഷപ്പെട്ടത്.